ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 7-ാമത് വാക്യം. എൻ്റെ കാലടി വഴി വിട്ടു മാറിയെങ്കിൽ എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിനെ പിന്തുടർന്നെങ്കിൽ വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ എന്ന് ഓർപ്പിക്കുക. വളരെ മനധൈര്യത്തോടുകൂടി നെഞ്ചുറപ്പോടുകൂടി ഭക്തൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. എൻ്റെ ഹൃദയം ദൈവവചനത്തിൽ നിലനിന്നിട്ടുണ്ട്. എൻ്റെ കൈ കറ പറ്റിയ കൈകളല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ശൗലിൻ്റെ മരണശേഷം ഇസ്രായേലിൻ്റെ രാജാവായിത്തീർന്ന ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവത്തെ ആരാധിക്കേണ്ടതിന് ഒരാരാധനാലയം പണിയണമെന്ന് ആഗ്രഹം ദൈവത്തോട് ഓർപ്പിക്കുക. തൻ്റെ ആഗ്രഹങ്ങളെ നിഷേധിക്കാതെ തൻ്റെ ആഗ്രഹപ്രകാരം ദൈവത്തിൻ്റെ ആലയം പണിയുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദാവീദിന് ദൈവം നൽകിക്കൊടുക്കുകയാണ്. അതിൻ്റെ ക്രമങ്ങളെല്ലാം ദാവീദിന് കൊടുത്തു എങ്കിലും ദാവീദിനോട് ദൈവം പറഞ്ഞ ഒരു പദം എന്താണെന്ന് ചോദിച്ചാൽ, ആലയം പണിയേണ്ടത് നീ അല്ല, നിന്റെ കടിപ്രദേശത്തു നിന്നുദ്ഭവിക്കുന്ന മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിക്കുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആലയം പണിയുടെ രൂപരേഖകൾ പ്രാപിച്ച ദാവീദിനോട് നീ ആലയം പണിയണ്ട എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം ദാവീദിൻ്റെ കൈകൾ രക്തം പുരണ്ട കൈകളായിരുന്നു, കറ പറ്റിയ കൈകളായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് ഓർപ്പിക്കുക. കറ പറ്റിയ തിന്മ പ്രവർത്തിച്ച കൈകൾ ദൈവത്തിന് വേണ്ട എന്ന് ദൈവം ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ സങ്കീർത്തനത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ കരങ്ങൾ അന്തർമന്ദിരത്തിലേക്ക് ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നവരായി നിങ്ങൾ തീരണമെന്നുള്ള വാക്കുകൾ കൂടിയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കരം വിശുദ്ധമായിരിക്കണം, നമ്മുടെ കരം കറ പറ്റാത്തതും രക്തം പുരളാത്തതുമായ കരങ്ങളായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഓർപ്പിച്ചുണർത്തുന്നുണ്ട്. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇയ്യോബിന് ബഹുനിശ്ചയമുണ്ട്. തൻ്റെ കാലടികളും തൻ്റെ ഹൃദയവും തൻ്റെ കൈകളും ദൈവം മുൻപാകെ വിശുദ്ധമാണെന്നുള്ള ബോധ്യതയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കാലടികളും നമ്മുടെ ഹൃദയവും നമ്മുടെ കൈകളും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭക്തനെ പോലെ പറയുവാൻ കഴിയുമോ, അങ്ങയുടെ വഴി വിട്ട് ഞാൻ മാറിയിട്ടില്ല, എൻ്റെ ഹൃദയം
എൻ്റെ കണ്ണിൻ്റെ താല്പര്യപ്രകാരം പോയിട്ടില്ല, എൻ്റെ കൈകൾ വിശുദ്ധമാണെന്ന് പറയുവാൻ കഴിയുമെങ്കിൽ അത് ദൈവസന്നിധിയിൽ നീതിയാണ്. ആ നിലയിൽ നമുക്ക് പറയാൻ കഴിയേണ്ടതിന് സൂക്ഷ്മതയോടെ ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, കറപറ്റാത്ത കൈകളുമായി, വഴിമാറാത്ത കാലുകളുമായി, കണ്ണിൻ്റെ ഇമ്പങ്ങൾക്ക് ഹൃദയം വഴിമാറാത്തതുമായ പശ്ചാത്തലത്തിൽ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.